കേരളത്തിലെത്തുന്നു എന്ന രോമാഞ്ചമുണർത്തുന്ന വാർത്ത കേട്ടല്ലോ അല്ലേ? അതിനൊപ്പം ഒരു വാർത്ത കൂടി ചേർത്ത് പറഞ്ഞാലോ? അർജന്റീന ഫുട്ബോൾ ടീമിനെ കേരളത്തിലെത്തിക്കാൻ കോടികൾ മുടക്കുമ്പോൾ കേരള സ്പോർട്സ് കൗൺസിൽ ഹോസ്റ്റലിലെ കായിക താരങ്ങൾ പട്ടിണിയിലാണുള്ളത്. ആ വാർത്ത ആർക്ക് കേൾക്കണമല്ലേ? ഫുട്ബോളിലെ ജീവിക്കുന്ന ഇതിഹാസം ലയണൽ മെസ്സിയെ സ്വന്തം നാട്ടിൽ നേരിട്ട് കാണാൻ സുവർണ അവസരം ഒരുങ്ങുന്നുവെന്ന വാർത്തയാണല്ലോ പ്രധാനം. 4 മാസത്തോളമായി ശമ്പളം മുടങ്ങിയ ഹോസ്റ്റലിലെ താൽക്കാലിക ജീവനക്കാരും പരിശീലകരും പണമില്ലാതെ നെട്ടോട്ടം ഓടുകയാണ്. ഭക്ഷ്യസാധനങ്ങൾ വാങ്ങുന്നതിനുള്ള പണം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ജില്ലാ സ്പോർട്സ് കൗൺസിൽ കേന്ദ്രങ്ങളിൽ വെള്ളിയാഴ്ച രാപ്പകൽ സമരം ആരംഭിക്കാൻ ഒരുങ്ങുകയാണവർ. മെസ്സിക്ക് നൽകാൻ പണമുണ്ട്, ഞങ്ങളുടെ വിശപ്പകറ്റാൻ പണമില്ലേ കായിക മന്ത്രി എന്ന മുദ്രാവാക്യവുമായാണ് കായിക താരങ്ങൾ സമരത്തിനിറങ്ങുന്നത്. ഹോസ്റ്റൽ ഭക്ഷണത്തിനുള്ള തുകയെങ്കിലും അടിയന്തരമായി അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഈ അധ്യയന വർഷം തുടങ്ങിയ ശേഷം ഇതുവരെ ഭക്ഷണ സാധനങ്ങൾക്കുള്ള പണം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലുകളിലേക്ക് മാംസം ഉൾപ്പെടെയുള്ളവ നൽകിയിരിക്കുന്ന കടകൾ സാധനങ്ങൾ നൽകുന്നത് നിർത്തി. വാർഡന്റെ ഉത്തരവാദിത്തത്തിലാണ് ഹോസ്റ്റലിലേക്ക് സാധനങ്ങൾ വാങ്ങുന്നത്. പാലും മുട്ടയും മാംസവും ഉൾപ്പെടെ ഒരു കുട്ടിക്ക് 250 രൂപയുടെ ഭക്ഷണമാണ് ദിവസവും നൽകുന്നത്. വയനാട്ടിലെ ഒരു ഹോസ്റ്റലിൽ പാചകത്തിനുള്ള ഗ്യാസ് നൽകുന്നത് ഗ്യാസ് ഏജൻസി നിർത്തി. ഇതോടെ ഈ ഹോസ്റ്റലിലെ കുട്ടികൾ ഏറെക്കുറെ പട്ടിണിയിലായ അവസ്ഥയിലും എത്തി. താൽക്കാലിക ജീവനക്കാർക്ക് തുച്ഛമായ തുകയാണ് ശമ്പളം നൽകുന്നത്. വാർഡന്മാർക്ക് 18,000 രൂപയോളവും പരിശീലകർക്ക് 25,000 രൂപയോളവുമാണ് നൽകുന്നത്. ഓഗസ്റ്റിലെ പകുതി ശമ്പളം സെപ്റ്റംബറിൽ ഓണത്തോടനുബന്ധിച്ച് നൽകി. പിന്നീട് ശമ്പളത്തെ പറ്റി യാതൊരു വിവരവുമില്ല. വിവിധ ജില്ലകളിലെ കായിക പരിശീലന സ്ഥാപനങ്ങളിലെ 130ഓളം ജീവനക്കാരുടെ ശമ്പളമാണ് ഓഗസ്റ്റ് മുതൽ മുടങ്ങിക്കിടക്കുന്നത്. പരിശീലകരും വാർഡന്മാരും പാചകക്കാരും സ്വീപ്പർമാരും ഇക്കൂട്ടത്തിലുണ്ട്. ഈ വർഷം ജനുവരിയിൽ കോടികൾ ഒഴുക്കി തിരുവനന്തപുരത്ത് രാജ്യാന്തര സ്പോർട്സ് സമ്മിറ്റ് നടത്തിയതാണ് സ്പോർട്സ് കൗൺസിലിനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയതെന്നാണ് ജീവനക്കാർ പറയുന്നത്. അതിനുശേഷം ശമ്പളം ലഭിക്കുന്നത് 3 മാസത്തിലൊരിക്കലായി, അതും പലതവണയാണ് ലഭിച്ചത്. അതിനിടെ പാചകക്കാർക്ക് ഇന്നലെ 14 ദിവസത്തെ ശമ്പളം മാത്രം ലഭിച്ചു. സ്ഥിരം ജീവനക്കാർ ശമ്പളം കിട്ടാതെ വന്നാൽ പണി മുടക്കുകയും പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുകയും ചെയ്യും. പിരിച്ചുവിടുമെന്ന ഭയത്താൽ താൽക്കാലിക ജീവനക്കാർ ഇക്കാര്യത്തിലും സമരത്തിനിറങ്ങാൻ മടിച്ചു നിൽക്കുകയാണ്. ഇതിനിടെയാണ് ഭക്ഷണം മുടങ്ങിയതോടെ കായിക താരങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത്. ശമ്പളം കിട്ടാത്ത താൽക്കാലിക ജീവനക്കാർ എന്തു ചെയ്യുമെന്നറിയാതെ നിൽക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ പരിഹരിക്കാനാണല്ലേ? ഇക്കാര്യങ്ങളൊന്നുമല്ലല്ലോ പ്രധാനം. കായിക മന്ത്രി വി അബ്ദുറഹിമാൻ ആണല്ലോ ആവേശഭരിതമായ മെസ്സി വരുന്ന കാര്യം അറിയിച്ചിരിക്കുന്നത്. 2 മത്സരമാണ് അർജന്റീന ദേശീയ ടീമിന് കേരളത്തിൽ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് വിവരം. സർക്കാർ നിയന്ത്രണത്തിലാകും മത്സരങ്ങൾ നടക്കുകയെന്നും എതിരാളികളെ തീരുമാനിച്ചിട്ടില്ല എന്നുമൊക്കെ മന്ത്രി വിശദീകരിച്ചു. സ്വന്തം കുഞ്ഞുങ്ങൾ അന്നമില്ലാതെ അലയുമ്പോഴാണ് അമിത ചെലവുമായി താരങ്ങളെ ഇറക്കാൻ മന്ത്രിമാർ നെട്ടോട്ടമോടുന്നത്. ഇവിടുള്ള കായിക താരങ്ങളുടെ അല്ലൽ കൂടി പരിഹരിച്ചിട്ടാകാമായിരുന്നു ഈ ഓട്ടം.